ശ്രീ റെജി ലൂക്കോസ് നോക്കൂ, പാലക്കാട് മുതൽ ഇങ്ങോട്ട് ഏറ്റവും അവസാനം തിരുവനന്തപുരത്ത് മംഗലപുരത്തെ ഏരിയ സെക്രട്ടറി അവിടെ നിന്ന് ഈ സമ്മേളന ദിവസം ഇറങ്ങിപ്പോകുന്ന സാഹചര്യം വരെ. പക്ഷേ പാർട്ടിക്കുള്ളിലുള്ള ഈ പ്രവണതകളെ ഒന്നും വെച്ച് പൊറപ്പിക്കില്ല എന്ന് പറയുമ്പോഴും ഇതൊക്കെ മാധ്യമ സൃഷ്ടി എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം കൂടിയൊന്നും ഉണ്ടാവുന്നുണ്ട്. എന്താണ് ഈ സമ്മേളന കാലത്ത് CPM-ന് സംഭവിക്കുന്നത്? മാധു, ഈ ചർച്ചയുടെ തുടക്കത്തിൽ പങ്കെടുത്ത ഇപ്പോൾ ഏരിയ സമ്മേളനത്തിൽ പുറത്തുപോയ ഏരിയ സെക്രട്ടറി പറഞ്ഞ ബാലിശമായ വാക്കുകൾ ലോകത്തെ ജനങ്ങൾ മുഴുവൻ കേട്ടില്ല. അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത്? അദ്ദേഹം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു, 2 തവണ അത് ഏരിയ സെക്രട്ടറി ആയിരുന്നു. ഇനിയിപ്പോൾ മരണം വരെ അദ്ദേഹത്തിന് ഏരിയ സെക്രട്ടറി ആയിരിക്കണം എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. എനിക്കിപ്പോൾ ഇതിനകത്ത് മനസ്സിലായൊരു വസ്തുതയുണ്ട്. പ്രിയപ്പെട്ട വി ജോയ് സഖാവ് കഴിഞ്ഞ നമ്മുടെ 50,000 വോട്ടിന് 2019 ജയിച്ച അടൂർ പ്രകാശിനെ ഏതാണ്ട് 680 വോട്ടോളം താഴോട്ട് കൊണ്ടുവന്ന് നേരിയ ഭൂരിപക്ഷത്തിൽ, അത് തന്നെയല്ല പല ആ 38,000 വോട്ട്. അല്ല, അത് തെരഞ്ഞെടുപ്പ് കേസ് നിൽക്കുകയാണ് അവിടെ. ബാലറ്റ് പിന്നെ പേപ്പറോട് പലതും എണ്ണിട്ടില്ല എന്നുള്ളൊരു വലിയ വിഷയമുണ്ട് അവിടെ. അത് തന്നെയല്ല നമുക്കറിയാം. ആ സമയത്ത് അവിടുത്തെ ഒരു അബ്കാരി മുതലാളി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് പോയി അല്ല, ആ ചോദ്യത്തിലേക്ക് വരുന്നത് അദ്ദേഹം പറഞ്ഞതിന് മറുപടി പറയണ്ടേ? അദ്ദേഹം പാർട്ടിനെ ആക്ഷേപിച്ച് സംസാരിച്ചിട്ടോ? വെറും ബാലിശമായ വാക്കുകളിൽ അദ്ദേഹം പറഞ്ഞേ. ഈ 600 വോട്ടിന് തോറ്റതിൽ ഈ മനുഷ്യന് വലിയൊരു പങ്കുണ്ടെന്ന് ഇദ്ദേഹത്തിന്റെ സംസാരത്തിൽ തന്നെ മനസ്സിലായി. കാരണം വ്യക്തിഹത്യ നടത്തി വി ജോയിനെ പോലെ ജനകീയ എടുത്തുള്ള അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിപ്പോൾ ജയിച്ച വോട്ടിന്റെ ഭൂരിപക്ഷമൊക്കെ അദ്ദേഹം മറന്നുപോയി. ഈ ഏരിയ സെക്രട്ടറിക്ക് വലിയൊരു പങ്കുണ്ടായിരുന്നു എന്നുള്ള നിസ്തർക്കമാണ് ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തന്നെ അത് വന്നു കഴിഞ്ഞു. ഇവരൊക്കെ പോട്ടെ, രണ്ട് വട്ടം ഈ മനുഷ്യനെ എങ്ങനെ ഏരിയ സെക്രട്ടറി ആക്കി എന്നുള്ളതാണ് എനിക്ക് ഈ അത്ഭുതം എന്ന് പറയുന്നത്. ഇത്തരക്കാരൊക്കെ ഈ പാർട്ടിയെ വെല്ലുവിളിച്ച് പോവാന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത് ഈ പാർട്ടി സംഭവിക്കുന്ന വലിയ തകർച്ചയാന്ന് പറയുന്നത്? വാസ്തവം പറയുന്നതിന് അത്ഭുതം തോന്നുകയാണ്. ഇതുപോലുള്ള ആളുകൾ പറയുന്ന വാക്കുകൾ കേട്ട് ഈ പാർട്ടിനെ പിന്നെ വർണ്ണിക്കുക, പാർട്ടിയുടെ തകർച്ച എന്ന് പറഞ്ഞുകൊണ്ട് ചിത്രീകരിക്കുക എന്ന് പറയുന്നത് അതും ഒരു ബാലിശമായ കാര്യങ്ങളാണ്. അങ്ങനെ ബാലിശമാകുന്ന വേറെ പ്രശ്നമുണ്ട്. CPM പോലെ ഒരു സംഘടനാ സംവിധാനത്തിനുള്ളിൽ നിന്ന് ഇത്രയും കാലം പ്രവർത്തിച്ച അദ്ദേഹം അങ്ങ് തന്നെ പറഞ്ഞതുപോലെ പല ഘടകങ്ങളിൽ നയിച്ച് തെരഞ്ഞു വന്ന ഒരാൾക്ക് പാർട്ടി വീണ്ടും 2 ടേം അദ്ദേഹത്തെ ഏരിയ സെക്രട്ടറി ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉത്തമ വിശ്വാസത്തിന്റെ പേരിലാണ്. CPM-നുള്ള വിശ്വാസം മാധ്യമങ്ങൾക്ക് പാടില്ലേ? അദ്ദേഹത്തെ 3-ാം തവണ അദ്ദേഹത്തിനോട് അനീതി ചെയ്ത് പുറത്താക്കുന്നു എന്ന തോന്നലിൽ നിന്നാണ് അദ്ദേഹം ഒക്കെ പറയുന്നത്. നിങ്ങൾക്ക് ഇത്രയും കാലം തലേ ദിവസം ഇന്നലെ വരെ വിശ്വാസമായിരുന്നു. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ല, അതാണ് പറയുന്നത്. തലേദിവസം വരെ പാർട്ടിയിൽ ഒരു പ്രശ്നമില്ലാണ്ട് പിറ്റേ ദിവസം നേരപ്പെടുത്തുമ്പോൾ അദ്ദേഹം ഗസ് ചെയ്തിരിക്കുന്നു. ഇനി ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വി ജോയിയുടെ പരാജയത്തിന് കാരണമാകുന്ന തരത്തിലുള്ള ഏരിയ സെക്രട്ടറി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനം CPM-നില്ലേ? എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷേപമോ അന്വേഷണമോ ഉണ്ടായിട്ടുണ്ടോ? അല്ല, അദ്ദേഹത്തിന്റെ വാക്കിലൂടെ എനിക്ക് വന്ന സംശയമാണെന്ന്. പാർട്ടിയെ കണ്ടുപിടിക്കാനുള്ള ശേഷിയുള്ള പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് അദ്ദേഹം ബഹുമാനപ്പെട്ട വി ജോയിയെ കുറിച്ചുകൂടെ പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാണ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നേരത്തെ പറയാമായിരുന്നല്ലോ. ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തിന് പറയാൻ പറ്റായിരുന്നോ ഈ രീതിയിലുള്ള വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്, നിങ്ങൾ സ്വയം തോറ്റിട്ട് ചിരിക്കുക എന്നൊക്കെ പറയാൻ പറ്റായിരുന്നു? അത് തന്നെ ചോദിച്ചല്ലോ. 38,000 വോട്ടിൽ നിന്ന് 680 വോട്ടായിട്ട് കുറച്ച ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് ഇങ്ങനെ പറയണമെങ്കിൽ ഇദ്ദേഹത്തിന് ആയുഷ്കാലം പദവി വേണം, അത്രേ ഉള്ളൂ. 2 പ്രാവശ്യം മത്സരിച്ച ഒരു MLA-ക്ക് 3-ാം വട്ടം സീറ്റ് കൊടുക്കാത്ത ഒരു കീഴ്വഴക്കമുള്ളൊരു പാർട്ടിയിലാണ് 2 തവണ ഏരിയ സെക്രട്ടറി ആയ ഒരു വ്യക്തി തന്നെ മാറ്റുമെന്നുള്ള സങ്കല്പത്തിൽ അദ്ദേഹം പാർട്ടി വിട്ടുപോയി. ഇപ്പം എന്തൊക്കെയോ പറയുന്നത് ഇവരെ പോലുള്ളവരൊക്കെയാണ്. ഇങ്ങനെയുള്ള ആളുകൾ പോകുമ്പോൾ ഈ പാർട്ടി ശുദ്ധീകരിക്കപ്പെടുക. അദ്ദേഹം ഒന്ന് മനസ്സിലാക്കണം. ഞാനത് പറഞ്ഞ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. അദ്ദേഹം തന്നെ പറഞ്ഞനുസരിച്ച് ബ്രാഞ്ച് മുതൽ ഏരിയ വരെ സെക്രട്ടറി സ്ഥാനത്ത് ഒരു വ്യക്തി ഇത്രയ്ക്കും പദവികൾ തുടങ്ങി പാർട്ടി വിശ്വസിച്ചു കൊടുത്ത് പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് ചതിച്ചുകൊണ്ട് അക്കരെ പച്ച തേടി പോകുന്ന ഈ വ്യക്തിയോട് ഒറ്റ ആൾ പോലും പോയിട്ടില്ല. ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് അധികം സംസാരിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല.